പരമായ കാര്യം എന്നുള്ളതല്ല, അത് രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള സഖ്യം എന്നുള്ളതല്ല. അത് അവർക്ക് തീരുമാനിക്കുക. അത് ഞങ്ങളല്ല ഇതിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. വെൽഫെയർ പാർട്ടി മത സംഘടന എന്നുള്ള നിലക്കാണ് അവർ രാഷ്ട്രീയങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരെ ഭരണഘടന അത് രാഷ്ട്രീയ പാർട്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള സഖ്യത്തിനെ പറ്റിയല്ല ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ജോസ് കെ മാണി LDF വന്നു, അത് നിങ്ങൾ ആരെയും വന്നു ചോദിച്ചില്ല, ചോദിച്ചിട്ടില്ലല്ലോ. എന്നതുപോലെ തന്നെ ആർക്കും ആരുമായിട്ടും കൂടാ. അത് ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും പറഞ്ഞോ? അതാ ചോദ്യം. ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ആലിക്കുട്ടി മുസ്ലിയാർ പറഞ്ഞു, അല്ലെങ്കിൽ തങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ MT അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞു. ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ്, സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറിയാണ്. അല്ലെങ്കിൽ ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റാണ്. മൂപ്പര് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയാണ്. മൂപ്പര് അതിന്റെ ട്രഷററാണ്. ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ആരെങ്കിലും കുട്ടികൾ അങ്ങനെ തന്നെ അവര് പലതും പറയും, നിങ്ങൾ പത്രക്കാലത്തെല്ലാം പറയണേ എന്നാ മനസ്സിലായിട്ട് അധ്യക്ഷൻ പറഞ്ഞ നിലപാടിനാണ് എല്ലാവർക്കും ഉള്ളത്. പറഞ്ഞ ആള് ഉമർ ഫൈസിയാണ്. അയാളോ അതിന് തിരുത്തി പറഞ്ഞല്ലോ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അധ്യക്ഷൻ പറഞ്ഞ ആ അഭിപ്രായം തന്നെ അയാൾക്കുള്ളത്. ഇവിടെ വെൽഫെയർ ലീഗുമായിട്ടുള്ള ബന്ധത്തിനെ പാർട്ടിയായിട്ടുള്ള ബന്ധത്തിനെ പറ്റിയാണ് അയാൾ പറഞ്ഞത്. അത് അയാൾ ചിലപ്പോൾ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായമായിരിക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഭിപ്രായമല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ്. പക്ഷെ ഉമർ ഫൈസിന്റെ നിലപാടെന്ന് പറഞ്ഞാൽ അയാളെ വ്യക്തിപരമായ നിലപാടാണ്. അത് സമസ്ത അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് ഉമർ ഫൈസിനെ നമ്മൾ എന്തായിട്ടില്ല, അധികാരപ്പെടുത്തിയിട്ടില്ല. ഏത് ആവശ്യത്തിൽ മൂപ്പർക്ക് സ്വന്തം അഭിപ്രായം ഉണ്ടാവാലോ. ആ അഭിപ്രായം മൂപ്പര് പറഞ്ഞു. നിങ്ങളാണ് സമസ്തന്റെ എഴുതിയത്, ആര് ചാനലിലും പത്രക്കാരൊക്കെ. ഉമർ ഫൈസി സമസ്തന്റെ തീരുമാനം എന്ന് പറഞ്ഞ് മൂപ്പര് പറഞ്ഞിട്ട്